ഹായ് കൂട്ടുകാരെ, 4 ദിവസത്തെ ആശുപത്രിവാസത്തിനിടയ്ക്ക് ഒരു ദിവസം മാത്രമാണ് നമുക്ക് ഫുൾ ഡേ ഫുഡ് ഉണ്ടായിരുന്നത് കേട്ടോ. ബാക്കി ദിവസമൊക്കെ MRI സ്കാനും കൊളോണോസ്കോപ്പി സർജറി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ എന്തൊക്കെ ഫുഡാണ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നതെന്ന് നോക്കിയാലോ. ചെന്ന അന്ന് തന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സെറ്റ് ദോശ സാമ്പാർ ചട്നിയാണ് തന്നത്. പിന്നെ അന്ന് പകൽ മുഴുവൻ നമുക്ക് ഫുഡ് കഴിക്കാൻ പാടില്ലായിരുന്നു. രാത്രി നമുക്ക് ഗ്രിൽഡ് ചിക്കൻ, ബട്ടർ റൈസൊക്കെ വളരെ കുറച്ചുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് വെജിറ്റബിൾസുമാണ് തന്നത്. പിറ്റേ ദിവസം നമുക്ക് ഫുൾ ലിക്വിഡ് ഫുഡായിരുന്നു. ടൊമാറ്റോ സൂപ്പ്, കോൺ സൂപ്പ്, ചിക്കൻ സൂപ്പ്, പിന്നെ ഇളനീര്, പിന്നെ റവ കഞ്ഞി, അങ്ങനെയുള്ള ഫുഡായിരുന്നു കൊളോണോസ്കോപ്പിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. അതിൻ്റെ പിറ്റേ ദിവസമാണ് നമുക്ക് ഫുൾ ഡേ ഫുഡ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ചായ 6 മണിയാകുമ്പോഴേക്കും കൊണ്ടുവരും. പിന്നെ 7:30 കൂടി നമുക്ക് മസാല ദോശയും സാമ്പാർ ചട്നിയൊക്കെ ആയിട്ടാണ് കൊണ്ടുവന്നത്. ഒരു 10 മണിയോട് കൂടി നമുക്ക് ഇതുപോലെ ടൊമാറ്റോ സൂപ്പും കുറച്ച് ഫ്രൂട്ട്സും കൊണ്ടുവന്നു കേട്ടോ. അതായത് പപ്പായും വാട്ടർമെലനൊക്കെ ആയിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ്, ചിക്കനും എഗ്ഗും വെജിറ്റബിൾസും എല്ലാം ഉണ്ട്. എല്ലാം കൂടിയുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റൈസും അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഗ്രേവിയൊക്കെ ആയിട്ടാണ് വന്നത്. പിന്നെ ഈവനിങ്ങിൽ അവർ ബൂസ്റ്റും ബ്രെഡ് ടോസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടാണ്. രാത്രി പിന്നെ നമുക്ക് ഇതുപോലെ മീൽസ് ആയിരുന്നു. ചോറ്, സാമ്പാർ, രസം, പിന്നെ ഇതുപോലെ ഒരു മെഴുക്ക് വരട്ടി, സലാഡ്, പിന്നെ 2 ചപ്പാത്തി, ചിക്കൻ കറി, പിന്നെ മറ്റേ തൈരുണ്ട് കേട്ടോ. അതും പഞ്ചസാര ഉപ്പോ അതൊക്കെ നമുക്ക് ചെറിയ ചെറിയ പാക്കറ്റുകളിലായിട്ട് തരും. പിറ്റേ ദിവസം നമുക്കിതുപോലെ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. സർജറി ഡേ ആയിരുന്നു. അപ്പോൾ പോരുന്ന സമയത്ത് രാത്രി 12 മണി മുതൽ സർജറി കഴിഞ്ഞ് ഓർമ്മ വരുന്നവരെ നമുക്ക് ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ ഇതുപോലെ ഇളനീര് വെള്ളം, റവ കഞ്ഞി, അങ്ങനെ സോഫ്റ്റ് ഫുഡ് തന്ന്, ക്ലിയർ ഫുഡ്, സോഫ്റ്റ് ഫുഡൊക്കെ ഇങ്ങനെ തന്നിട്ട് പോരുന്ന സമയത്ത് നമ്മൾ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോന്നിരുന്നു. പോരുന്ന സമയത്ത് ഇതേ സെയിം മീലാണ് നമുക്ക് കൊണ്ടുതന്നത്. ഈ ചിക്കൻ കറി ഇല്ല, ബാക്കി ചിക്കൻ കറി ഇല്ലാത്ത ബാക്കി ഈ മീൽ തന്നെയാണ് കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പേഷ്യൻറ്റിനുള്ള ഫുഡ് ഡോക്ടറുടെയും ഡയറ്റീഷ്യൻ്റെയും ഒക്കെ നിർദ്ദേശപ്രകാരം അവർ ഫ്രീ ആയിട്ടാണ് കേട്ടോ നമുക്ക് തരുന്നത്. അത് അവരവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.